വരില്ല എന്ന് ദൈവജനം മറന്നു പോകരുത്. നമുക്ക് പ്രസിദ്ധമായ വേറെ ഭാഗത്തിലേക്ക് വരാം. യെശയ്യാപ്രവചനം 11-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. പുതിയ സ്തോത്രം 1000 ആണ്ട് വാഴ്ചയുടെ വിഷയത്തിൻ്റെ 3-ാമത്തെ ക്ലിപ്പാണ് ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം. യെശയ്യാപ്രവചനം 11-ാം അധ്യായത്തിൻ്റെ 1 മുതൽ മുള പൊട്ടി പുറപ്പെടും, ഫലം കായ്ക്കും. ആമേൻ. Praise the Lord. ആമേൻ. സ്തോത്രം. ആമേൻ. ആമേൻ. സ്തോത്രം. അടുത്ത 10 വരെ വായിച്ചോ. ഇനി അടുത്തുള്ള ഭാഗം പ്രത്യേകം ശ്രദ്ധിക്കണേ. 1000 ആണ്ട് വാഴ്ച നടക്കാൻ പോകുന്ന സംഭവം. 1000 ആണ്ട് വാഴ്ചയിൽ ചെന്നായി കുഞ്ഞാടിനോടുകൂടി പാർക്കും. പുള്ളിപ്പുലി കോലാട്ടുകുട്ടിയോടുകൂടി കിടക്കും. പശുക്കിടാവും ബാലസിംഹവും തടിച്ച മൃഗവും ഒരുമിച്ച് പാർക്കും. ഒരു ചെറിയ കുട്ടി അവയെ നടത്തും. പശു കരടിയോടുകൂടെ മേയും. അവയുടെ കുട്ടികൾ ഒരുമിച്ച് കിടക്കും. സിംഹം കാള എന്ന പോലെ വൈക്കോൽ നിന്നും കളിക്കും. അണലിയുടെ പൊത്തിൽ കൈയിടും. സമുദ്രം ശ്രദ്ധിക്കുക വാക്യം ശ്രദ്ധിക്കുക. സമുദ്രം വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് പോലെ ഭൂമി യഹോവയുടെ പരിജ്ഞാനം കൊണ്ട് പൂർണ്ണമായിരിക്കാൻ എന്റെ വിശുദ്ധ പർവ്വതത്തിൽ എങ്ങും ഒരു ദോഷവും നാശമോ ആരും ചെയ്യുകയില്ല. എന്റെ വിശുദ്ധ പർവ്വതത്തിൽ എങ്ങും ഒരു ദോഷവും ഒരു നാശവും ആരും ചെയ്യില്ല. കാരണം എന്താ? 1000 ആണ്ട് വാഴ്ചയിൽ ഭരിക്കുന്നത് ദൈവപുത്രനായ യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തുവിന്റെ ഭരണസീമയിൽ ആരും ഒരു ദോഷവും ചെയ്യത്തില്ല. ചെന്നായി കുഞ്ഞാടിനോടുകൂടെ പാർക്കും. പുള്ളിപ്പുലി കോലാട്ടുകുട്ടിയോടുകൂടി കിടക്കും. പശുക്കിടാവും ബാലസിംഹവും തടിപ്പിച്ച സ്തോത്രം ഹല്ലേലൂയ തടിപ്പിച്ച മൃഗവും ഒരുമിച്ച് പാർക്കും. ഒരു ചെറിയ കുട്ടി അവയെ നടത്തും. പശു കരടിയോടുകൂടി കുട്ടികൾ ഒരുമിച്ച് കിടക്കും. സിംഹം കാളയെന്ന പോലെ വൈക്കോൽ തിന്നും. ശിശു ദൈവമക്കളെ 1000 ആണ്ട് വാഴ്ചയിൽ ഈ ലോകം മനോഹരമായി തീരും. ഒരു ശത്രു സംഹാരവും നടക്കയില്ല. തമ്മിൽ മൃഗങ്ങൾ കടിച്ചു കീറയില്ല. ഈ സിംഹങ്ങളൊക്കെ നമ്മൾ യൂട്യൂബിലൊക്കെ കയറി കണ്ടിട്ടുണ്ടല്ലേ, സിംഹം വില പിടിക്കുന്നത്, ചെന്നായി വില പിടിക്കുന്നത്. എന്നാൽ അന്നൊന്നും നടക്കില്ല, അന്നൊന്നും ചെയ്യത്തില്ല. ഈ വേദഭാഗം വായിച്ചേ. ദൈവത്തിൻ്റെ ദയ കൊണ്ട്, ദൈവത്തിൻ്റെ തേജസ് കൊണ്ട് 1000 ആണ്ട് വാഴ്ചയിൽ ഈ ഭൂമി മുഴുവൻ നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഒരു പിശാചിന്റെ പ്രവൃത്തി അത് ഉണ്ടാകില്ല. നമ്മളെ 9-ാം വാക്യത്തിൽ വായിച്ചത് ഇങ്ങനെയാ: അവന്റെ വിശുദ്ധ പർവ്വതത്തിൽ ഒരു ദോഷവും നാശവും ആരും ചെയ്യുകയില്ല. നന്നായിട്ട് വായിച്ചു പഠിച്ചോളാം. യെശയ്യാവ് 11-ന്റെ 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. എന്താ ഈ ദോഷം ചെയ്യാത്തത്? വെളിപ്പാട് 20-ലേക്ക് വാ. ഈ ദോഷം ചെയ്യാത്തതിന്റെ കാരണം എന്താ? വെളിപ്പാട് 20-ലേക്ക് വാ. ദോഷം ചെയ്യുന്നവനെ ലോക്ക് ചെയ്തിട്ടിരിക്കുക. സ്തോത്രം. 20-ന്റെ 1 മുതൽ വായിച്ചോ. 1, 2, 3 വാക്യങ്ങൾ. ആമേൻ. കണ്ടോ? അവൻ പിശാചും കണ്ടോ? 1000 ആണ്ട് തുടങ്ങുമ്പോ ദൈവം ചെയ്യുന്ന പ്രവൃത്തി എന്താ? പിശാചും സാത്താനും എന്ന പഴയ പാമ്പിനെ 1000 ആണ്ടേക്ക്. അപ്പോ 1000 ആണ്ടേക്ക് പിശാചിനെ ബന്ധിച്ചിട്ടാണ് ഈ ഭൂമിയിൽ ദൈവപുത്രൻ ഭരിക്കുന്നത്. മനസ്സിലാകണം.
ഇനി ഈ ഭൂമിയിൽ നടക്കുന്ന അനിഷ്ട സംഭവങ്ങളൊക്കെ ആരാ ചെയ്തുകൊണ്ടിരിക്കുന്നത്? സാത്താൻ കയറിയിട്ടാ ചെയ്യുന്നത്. ഞാൻ ഒരിക്കൽ ഒരു സംഭവം കേട്ടു, എൻ്റെ ദൈവമേ, ആ നടുക്കമാണ്. കൊച്ചു കുഞ്ഞിനെ കാലുവാരി പിടിച്ച് നിലത്തടിക്കുക, തുണി അടിക്കുന്ന പോലെ. ഒരു ബംഗാളി ചെയ്തതാ. ഇപ്പൊ അകത്ത് കിടക്കുക. എങ്ങനെ ചെയ്യാൻ കഴിയുന്നു? ഞാനിങ്ങനെ അതിനെക്കുറിച്ച് ചിന്തിക്കാനുള്ളൂ. എങ്ങനെ ചെയ്യാൻ കഴിയുന്നത്? സാത്താൻ കയറി കഴിയുമ്പോൾ ചെയ്യും. അതുപോലെ എൻ്റെ അപ്പുറം ചെയ്യും. കൈവെട്ടി മാറ്റാൻ എങ്ങനെ കഴിയുന്നു? സാത്താന്റെ ആത്മാവാ. അല്ലല്ലോ. ഈ അപകടങ്ങൾ, അനർത്ഥങ്ങൾ, അത് വേറെ വിഷയം. അതിലും സാത്താന്റെ കൈ കൊണ്ട് കേട്ടോ. ഈ മനുഷ്യൻ ക്രൂരമായി പ്രവർത്തിക്കുന്ന വെളിപ്പാട് തന്നെ 12:9 വാക്യം ഒന്ന് വായിച്ചേ. 9 വാക്യം. 12:9. ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ചു കളയുന്ന പിശാചും സാത്താനും എന്ന അപ്പോ ഭൂതലത്തെ മുഴുവൻ പിശാച് എന്ത് ചെയ്യുക? രാഷ്ട്രീയക്കാരുടെ ഇടയിൽ, റിലിജൻസുകാരുടെ ഇടയിൽ, പൊളിറ്റിക്സ്, റിലിജൻസ് എന്ന് വേണ്ട കുടുംബത്തിൽ കലഹം, ലോകം മുഴുവൻ അസ്വസ്ഥമായിക്കൊണ്ടിരിക്കുന്നതിന്റെ കാരണം ഇനിയെങ്കിലും പെന്തോക്കോ സമൂഹം ഒന്ന് മനസ്സിലാക്കണം. എന്നെ അത് കർത്താവ് പഠിപ്പിച്ചു തന്നത് 1000 ആണ്ട് വാഴ്ചയിൽ ഈ ദോഷമൊന്നും ഇല്ല. അപ്പൊ വെളിപ്പാടിൽ യോഹന്നാൻ അപ്പോസ്തലൻ എഴുതി വെച്ചു, 1000 ആണ്ട് വാഴ്ച തുടങ്ങുമ്പോ ഈ പുള്ളിനെ എന്ത് ചെയ്യുക? ലോക്ക് ചെയ്തിരിക്കുക. അതുകൊണ്ട് 1000 ആണ്ട് വാഴ്ചയിൽ ഒരു പ്രശ്നമില്ലാത്തത്. ഇവനുണ്ടെങ്കിൽ പ്രശ്നമാണ്. പിശാചാണ് ഈ ലോകത്തെ മുഴുവൻ തകിടം മറിച്ചുകൊണ്ടിരിക്കുന്നത്. കുടുംബങ്ങളെ തകിടം മറിക്കുന്നു. കുട്ടികളുടെ വിദ്യാഭ്യാസം, കുട്ടികളുടെ വിവാഹം, അങ്ങനെ വേണ്ട ലോകത്തുള്ള മനുഷ്യരുമായി ബന്ധപ്പെടുന്ന എല്ലാ മേഖലകളിലും പിശാചിന്റെ പ്രവൃത്തി ഉണ്ട്. ഈ ലോകത്തിന്റെ പ്രഭു സാത്താൻ, ഈ ലോകത്തിന്റെ ദൈവം സാത്താൻ, ഈ ലോകത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയ നേതാക്കന്മാരാണെങ്കിലും ഒരു ഇന്നർ ഭരണം സാത്താൻ ഉണ്ടെന്ന് ദൈവമക്കൾ ഇനിയെങ്കിലും മനസ്സിലാക്കണം. അതിന് ഞാൻ പണ്ട് ബൈബിളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സഹോദരൻ വന്നൊരു സാക്ഷ്യം പറഞ്ഞത് ഞാൻ ഇപ്പോഴും എൻ്റെ ഹൃദയത്തിൽ കിടപ്പുണ്ട്. നല്ല നല്ല കാര്യം. 2 വിശ്വാസി സഹോദരന്മാർ തമ്മിൽ ഭയങ്കര അടി. എന്തോ നിസ്സാര കാര്യം പറഞ്ഞ് അടിക്കുക. അപ്പൊ ഈ സഹോദരൻ നല്ലൊരു ദൈവകൃപയുള്ള സഹോദരൻ. ഈ സഹോദരൻ വന്നിട്ട് 2 പേരുടെയും കൈ പിടിച്ചു വെച്ച്, 2 പേരുടെയും കയ്യിൽ പിടിച്ചിട്ട് അവിടെ നിന്നുള്ള ഒറ്റ പ്രാർത്ഥന. എന്താ പ്രാർത്ഥന എന്നറിയോ? കർത്താവേ, ഈ തമ്മിലടിക്കുന്ന ആത്മാവിനെ യേശുവിന്റെ നാമത്തിൽ ഞാൻ ശാസിക്കുന്നു എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നറിയോ? ഇനി അടിച്ചോളാം. അപ്പൊ അവർ പറഞ്ഞു, ഞാൻ കടിക്കണ്ട. എന്താ കാര്യം പറ. വടക്കുണ്ടാക്കുന്ന ആത്മാവ്, അശുദ്ധിയുടെ ആത്മാവ്, കൊലപാതകത്തിന്റെ ആത്മാവ്, വചനത്തെ തെറ്റിച്ച് കളയുന്ന ആത്മാവ്, ഈ ദുരാത്മാവിന്റെ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട്. നമ്മളൊരു തുണി എടുക്കാൻ ചെല്ലുമ്പോൾ, ഒരു ചുടുതാർ എടുക്കാൻ ചെല്ലുമ്പോൾ, ഒരു ചുടുതാറാണ് അവിടെ വെച്ചേക്കുന്നത്. ഒരു 100, 150, 500 ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ ഏത് വേണമെങ്കിലും എടുത്തു. അതുപോലെ പിശാചിന്റെ തുണിയിൽ ഇഷ്ടം പോലെ കിടപ്പുണ്ട്. അവന്റെ ആയുധങ്ങൾ, അവന്റെ തന്ത്രങ്ങൾ. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്തേൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുവിൻ. സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്. അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലല്ലോ. സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്. അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലല്ലോ. ഇന്ന് സാത്താൻ തോപ്പിച്ച് ഒരു 10-15 തോറ്റതിന്റെ തൊപ്പിയും വെച്ചാ വിശ്വാസികൾ നടക്കുന്നേ. നിങ്ങൾക്കിത് തമാശയായിട്ട് തോന്നും, ഞാനുള്ളത് സത്യം പോലെ പറയും. പലരുടെയും ജീവിതത്തിൽ പിശാചിന്റെ തന്ത്രങ്ങളിൽ ഒരു കുടുങ്ങി കിടക്കുക. 1000 ആണ്ട് വാഴ്ചയിൽ എന്തുകൊണ്ടാണ് ആ 1000 ആണ്ട് വാഴ്ചയിൽ സ്വസ്ഥമായ, ശാന്തസുന്ദരമായ ഒരു ഭരണം കർത്താവ് നമുക്ക് ഉറപ്പാക്കി തരുന്നത്? പുസ്തകം പഠിപ്പിക്കുന്നു. അനന്തരം ഒരു ദൂതൻ അഗാധത്തിന്റെ താക്കോലും ഒരു വലിയ ചങ്ങലയും പിടിച്ചുകൊണ്ട് സ്വർഗത്തിൽ നിറങ്ങുന്നത് ഞാൻ കണ്ടു. അവൻ പിശാചും സാത്താനും എന്ന പഴയ പാമ്പായ മഹാസർപ്പത്തെ പിടിച്ച് 1000 ആണ്ടേക്ക് ചങ്ങലയിട്ടു. 1000 ആണ്ട് കഴിയുവോളം ജാതികളെ വഞ്ചിക്കാതിരിപ്പാൻ അവനെ അഗാധത്തിൽ തള്ളിയിട്ട് അടച്ചു പൂട്ടുകയും മീതെ മുദ്രയിടുകയും ചെയ്തു. അപ്പോ ഈ 1000 ആണ്ട് പിശാചിന്റെ പ്രവൃത്തി ഇല്ല എന്ന് സുശക്തം.
അല്ലേ പാസ്റ്റർ? റജി പാസ്റ്റർ ഇല്ലേ? ശരിയല്ലേ? സംഭവം ശരിയാണോ? അപ്പൊ ഇന്നിപ്പോ നടക്കുന്നതിന്റെ കാര്യം എന്താ? ഇവരുടെ പ്രവർത്തനങ്ങളുണ്ട്, ശത്രുവിന്റെ പ്രവൃത്തിയുണ്ട്. ഈ ലോകത്തിന്റെ ദൈവം സാത്താൻ, ഈ ലോകത്തിന്റെ പ്രഭു സാത്താൻ. ഒരു ഉദാഹരണം പറയാം. യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്തെ കുറിച്ച് യേശുക്രിസ്തു പത്രോസിനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പത്രോസ് എന്താ പറഞ്ഞു? നിനക്കത് സംഭവിക്കരുത്. അപ്പൊ എന്താ പറഞ്ഞു? നിനക്കത് ഭവിക്കരുത്. അപ്പൊ എന്താ പറഞ്ഞു? മിസ്റ്റർ പത്രോസ് എന്നാണ് പറഞ്ഞത്. പിന്നെന്താ പറഞ്ഞു? ഒന്ന്, ആ 7000 ഭൂതം കയറി ഉത്തരം കണ്ടുണ്ടല്ലോ അതിന്റെ ഗദരദേശം. അവിടെ ചെന്നപ്പോ സാത്താൻ യേശുവിടെ എന്താ പറയുക? ഇതൊക്കെ പഠിക്കേണ്ട കാര്യങ്ങളാണ്. ഇവിടെ നിന്ന് ഞങ്ങളെ അയച്ചു കളയരുതാ, ഇവിടെ നിന്ന് ഞങ്ങൾ അയച്ചു കളയരുത്, ഞങ്ങൾ ഇവിടെ മേഞ്ഞുകൊണ്ടിരിക്കുക. വേറെ വല്ല പണിയുണ്ടോന്ന് ഞങ്ങൾ ഇവിടെ കിടന്ന് കളിച്ചോട്ടെ. ഞങ്ങളെ ആരോട് പറയാ? ആരോട് പറയുന്നത്? സാത്താൻ ദൈവപുത്രനോട് പറയും. പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ ദൈവപുത്രൻ പ്രത്യക്ഷനായി. ആ പുത്രനോട്, ദൈവപുത്രനോട് പറയുകയാണ് സാത്താൻ, ഞങ്ങളെ ഇവിടെ നിന്ന് അയച്ചു കളയല്ലേ, ഞങ്ങൾ ഇവിടെ കിടന്ന് മേയട്ടെ, ഈ സഭയിൽ നിന്ന് ഞങ്ങളെ പറഞ്ഞു വിടല്ലേ, ഞങ്ങൾ ഇവിടെ കിടന്ന് വിശ്വാസികളുടെ ഇടയിൽ കിടന്ന് അങ്ങ് മേഞ്ഞോട്ടെ എന്തൊക്കെയാ അവന്റെ ചിന്ത? ദൈവദാസന്മാരെ നമ്മൾ മനസ്സിലാക്കണം. ഇത് ദൈവസ്വരൂപത്തെ പ്രാർത്ഥിച്ച് ദൈവശക്തി പ്രാപിച്ച് ദൈവകൃപ പ്രാപിച്ച് ദൈവിക ദർശനം ഏറ്റെടുത്ത് പിശാചിന്റെ അധികാര സീമയുടെ മേൽ ദൈവാത്മാവിന്റെ അധികാരത്തിന്റെ സ്വത്രം കൃപാവരങ്ങളെ പ്രാപിച്ച് ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച് ആത്മാവിൽ ജാഗരിച്ചുകൊണ്ടിരിക്കണം. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഈ കർത്താവിന്റെ മേശയ്ക്ക് വേണ്ടി അപ്പവിനികളൊക്കെ നിർത്തി വെച്ച് നല്ലൊരു തുണിയിട്ട് മൂടിയിട്ട് ഇവിടെ പാട്ട് പാടിക്കൊണ്ടിരിക്കുക മേശ നടത്താൻ വേണ്ടി, അവിടെ കൂടെ മുട്ടനാണ്. ഇതെങ്ങനെ സംഭവിക്കുന്നത്? ഇടാവുകയും ഞാൻ പറഞ്ഞു, നീ മേശയും കഴിക്കണ്ട അപ്പവും കഴിക്കണ്ട, അതൊക്കെ നിർത്തിയിട്ട് എന്ത് ചെയ്യാം? ഈ അടി ഒന്ന് ഒതുക്കിയിട്ട് ബാക്കിയൊക്കെ ചെയ്താണ്. ഈ അടിയുടെ ഇടയിൽ നടത്തണമെന്ന് എന്താ നിർബന്ധം? ഇതിനിടയിൽ ലോകം മുഴുവൻ ഈ കാഴ്ച കാണിച്ചവർക്ക് ലജ്ജയില്ലേ? ഏത് വിശ്വാസിയാണെങ്കിലും ഏത് പാസ്റ്ററാണെങ്കിലും അവിടെയുള്ള ഈ പാസ്റ്റർമാർക്ക് എതിരായിട്ടുള്ളവരാണ് ഇത് ചെയ്തത്. അപ്പൊ പല്ലണ കുത്തി മണപ്പിക്കാന്നൊരു വഴി കണ്ടിട്ടില്ലേ? നമ്മുടെ പ്രസ്ഥാനത്തിലുള്ള നമ്മൾ തന്നെ നശിപ്പിക്കുകയല്ലേ? അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, സാത്താന്റെ പരിപാടി ലോകം മുഴുവൻ അരങ്ങേറിക്കൊണ്ടിരിക്കുക. സാത്താന്റെ കൈകടത്തൽ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയെ തകർത്തില്ലേ? വിദ്യാഭ്യാസമില്ലാത്ത വിദ്യാഭ്യാസ മന്ത്രി അതോടെ തന്നെ തീർന്ന് കംപ്ലീറ്റ്. അതിൻ്റെ കൂടെ പിശാചും കൂടി കയറി മേയപ്പോൾ എന്തായി? ഞാൻ ചോദിക്കട്ടെ, ഞങ്ങളുടെ വീട്ടിലൊരു കൊച്ചു കുഞ്ഞുണ്ട്, അതിന് മൊബൈൽ ഫോണിലെ നെറ്റിന്റെ സ്പീഡ് പോയാൽ കുഞ്ഞ് കിടന്നു പോയതാണ്. അപ്പൊ കുഞ്ഞിന്റെ മനസ്സെവിടെ ഇരിക്കുക? മൊബൈലിൽ നിന്ന് മാത്രമല്ല, ഇന്റർനെറ്റ് സാത്താന്റെ സംവിധാനമാണ്. ആ ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട കാര്യമൊക്കെ ശരി, പക്ഷെ ഇന്നത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആരാ കൂടുതൽ? ഭീകരന്മാരാ, പിശാചാല ഭരിക്കപ്പെട്ടവരാ. നമ്മളെ നന്നായിട്ട് മനസ്സിലാക്കുക. സ്തോത്രം. അത് നല്ലതാണെങ്കിൽ പോലും അത് ദൈവഹിതമില്ലാത്തതൊക്കെ ചെയ്യുമ്പോൾ അവന്റെ പോരാട്ടം നമ്മുടെ മേൽ ഉണ്ടാകും. അത് നന്നായിട്ട് നമ്മൾ മനസ്സിലാക്കി ഏറിയ പരിജ്ഞാനത്തോടെ വിവേകത്തോടെ ഞാൻ ഈ പറയുന്ന കാര്യം എടുക്കണമെന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. പല കാര്യങ്ങളും നല്ലതാണെന്ന് തോന്നുമെങ്കിലും അത് നമ്മളെ നാശത്തിലേക്ക് നയിക്കുന്നതാ. ഒരു പരിജ്ഞാനം നമുക്കുണ്ടാകണം. അതിനുവേണ്ടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഇവിടെ ഈ വിഷയം 1000 ആണ്ട് വാഴ്ചയിൽ ഈ ഭൂമിയിൽ ശാന്തസുന്ദരമായൊരു ഭരണം നടക്കണമെങ്കിൽ എന്തു വേണം? പിശാചിനെ ബന്ധിച്ചേ മതിയാവും. അതാ ഇവിടെ പറയുന്നത്. അനന്തരം ഒരു ദൂതൻ അഗാധത്തിന്റെ താക്കോലും പിടിച്ച് വലിയൊരു ചങ്ങലയും കയ്യിൽ പിടിച്ചുകൊണ്ട് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്നത് കണ്ടു. ദൈവത്തിന്റെ കൽപ്പനയാൽ അവൻ ഇറങ്ങി വന്നതാ. അവൻ പിശാചും സാത്താനും എന്ന പഴയ പാമ്പായ മഹാസർപ്പത്തെ പിടിച്ച് 1000 ആണ്ട് ആണ്ടേക്ക് ചങ്ങലയിട്ടു. 1000 ആണ്ട് കഴിവോളം ജാതികളെ വഞ്ചിക്കാതിരിപ്പാൻ അവനെ അഗാധത്തിൽ തള്ളിയിട്ട് അടച്ചു പൂട്ടുകയും ചെയ്തു. ഒരു കൺവെൻഷൻ നടത്തുമ്പോൾ, ഒരു ഉപവാസ പ്രാർത്ഥന നടത്തുമ്പോൾ ദൈവജനം ഇരുന്ന് ആത്മാവിൽ പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ പ്രാർത്ഥന അനുഗ്രഹമാകാൻ, പിശാച് തകർത്ത് കളയാതിരിപ്പാൻ, പിശാചിന്റെ പോരാട്ടങ്ങൾ ഉണ്ടാകാതിരിപ്പാൻ, ജനം വിടുവിക്കപ്പെടുവാൻ, പിശാചിന്റെ നിയന്ത്രണത്തിൽ കിടക്കുന്ന ജനം രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് ദൈവസഭയുടെ അംഗങ്ങളായി വരുവാൻ ആത്മാവിലിരുന്ന് പ്രാർത്ഥിക്കണം. പിശാചാണ് ജനത്തെ സ്വതന്ത്രം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രാർത്ഥനയ്ക്ക് വരുന്നവരെ പോലും പിശാച് കരങ്ങൾ ഉപയോഗിക്കുന്നത് കണ്ടിട്ടില്ലേ? അതൊക്കെയല്ലേ അടി നടക്കുന്നത്. വിശുദ്ധന്മാർക്കുള്ള കരയിലുള്ള പ്രശ്നം ഉണ്ടായാൽ അത് പറഞ്ഞു തീർക്കാൻ പറ്റിയ ആ ദൈവിക ജ്ഞാനമുള്ള ദൈവകൃപയുള്ള ആത്മശക്തിയുള്ള ദൈവദാസന്മാരുണ്ടാകണം.
അവരത് പറഞ്ഞ് കൺട്രോൾ നിർത്തണം. അവരടി കൂടാൻ വിടുകയല്ല ചെയ്യേണ്ടത്. ഇന്ന് കണ്ടുവരുന്നതല്ലേ അടി, കോടതി, വഴക്ക്, കേസ്, എന്തൊക്കെ നടക്കുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, 1000 ആണ്ട് വാഴ്ചയിൽ ദൈവപുത്രൻ ഈ ഭൂമിയെ ഭരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം ഒരു ദൂതനോട് കൽപ്പന കൊടുത്തിട്ട്, സ്തോത്രം, വെളിപ്പാട് 20-ന്റെ 1, 2, 3 വായിച്ച് പഠിച്ച് നന്നായിട്ട് മനസ്സിലാക്കണം. പിശാചിനെ ബന്ധിച്ചിട്ടിട്ടാണ് 1000 ആണ്ട് വാഴ്ച തുടങ്ങുന്നത്. അതിൽ നമ്മൾ പഠിക്കേണ്ട ലെസൺ, വാട്ട് ഈസ് ദ ലെസൺ? പിശാചാണ് മനുഷ്യനെ തമ്മിൽ ഘടിപ്പിക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. ആ പിശാചിന്റെ പോരുകളെ മനസ്സിലാക്കണം. കുടുംബത്തിലൊക്കെ ചിലപ്പോൾ കുടുംബത്തിൽ വഴക്കോ പ്രയാസമൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു മൂലയിൽ മാറിയിരുന്ന് ആത്മാവിൽ പ്രാർത്ഥിച്ച് ആ പോരിന് എന്ത് ചെയ്യണം? ശാസിക്കണം. അല്ലെങ്കിൽ എന്താ പറ്റും? വലിയ വഴക്കായിട്ട് മാറും. വിശ്വാസികളുടെ ഭവനത്തിൽ വലിയ വഴക്കുകൾ ഉണ്ടാകുന്നതിന്റെ കാരണം ആത്മാവിന്റെ പ്രാർത്ഥന ഉയരുന്നില്ല, വിശുദ്ധ ജീവിതമില്ല, പഥ്യവചനം പഥ്യോപദേശം അനുസരിക്കുന്നില്ല. എപ്പോ നോക്കാനും തിരക്കോട് തിരക്ക്. ഈ തിരക്കൊടിഞ്ഞിട്ട് എപ്പോഴാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്? ഞാനതിന് സാധാരണ പറയുന്ന ഒരു ഒറ്റമൂലി പ്രയോഗം ഞാൻ പറഞ്ഞേക്കാം. നമ്മൾ പ്രാർത്ഥനയ്ക്കും വചനധ്യാനത്തിനും വേണ്ടി എന്ത് ചെയ്യണം? ഒരു ടൈം ടേബിൾ വേർതിരിക്കും. എൻ്റെ പൊന്നു സഹോദര, നമ്മുടെ ജോലി തിരക്കും എല്ലാം കഴിഞ്ഞിട്ട് പ്രാർത്ഥിക്കാനും വചനം ധ്യാനിക്കാനും പറ്റത്തില്ല. ഒരു ദിവസം അതിന് വേണ്ടി തീരുമാനിക്കും. ഞാൻ വചനം ധ്യാനിക്കുമ്പോൾ ഫോൺ ഓഫ് ചെയ്തിടും, പ്രാർത്ഥിക്കുമ്പോൾ ഫോൺ ഓഫ് ചെയ്തിടും. കൊച്ചിനെ പോലും റൂമിലുള്ള കയറിയില്ല. കാരണം കുഞ്ഞു ഉച്ചൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ നടക്കത്തില്ല. ഒറ്റയ്ക്ക് ദൈവസ്ഥലത്ത് പ്രാർത്ഥിക്കുക. ഇന്ന് രാവിലെ ഞാൻ 5 മണി തൊട്ട്, എൻ്റെ ഓർമ്മ ശരിയെങ്കിൽ, ദൈവസ്ഥനിൽ നിന്ന് കരയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണെന്ന്. കർത്താവേ, ഇന്ന് വചനത്തിൻ്റെ ഒരു പേമാരി ഞങ്ങൾക്ക് തരണം. ദൈവത്തിൻ്റെ ആലോചന ഞങ്ങൾക്ക് തരണം. ദൈവവചനത്തിലൂടെ ദൈവം ഞങ്ങളോട് കൽപ്പിക്കണം. തിരുവചന സത്യങ്ങളെ ഞങ്ങൾക്ക് തുറന്നു തരണം. ഉപദേശ സത്യങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കണം. ഞങ്ങൾക്ക് വിജയകരമായ ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ ആവശ്യമായ വചനത്തിന്റെ വെളിപ്പാടുകൾ ഇന്ന് പകൽക്കാലം സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് തരണമെന്ന് ദൈവസന്നിധി കിടന്ന് പ്രാർത്ഥിച്ച് നിലവിളിച്ചിട്ടാണ് ഈ ദൂത് വിളിച്ചു പറയുന്നത്. പിശാചിന്റെ തന്ത്രങ്ങളെ നമ്മൾ അറിയാത്തവരല്ലല്ലോ. സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്. അവന്റെ തന്ത്രങ്ങളെ നമ്മൾ അറിയാത്തവരല്ലല്ലോ. സാത്താൻ നമ്മെ തോൽപ്പിക്കരുത് പ്രിയമുള്ളവരെ. സാത്താൻ നമ്മെ ചതിക്കരുത് പ്രിയമുള്ളവരെ. 2 കൊരിന്ത്യർ 11-ാം അധ്യായത്തിന്റെ 2-3 വാക്യങ്ങൾ വായിച്ചേ. ഹൃദയത്തിൽ കർത്താവ് തരുന്നതാ. 2 കൊരിന്ത്യർ 11-ാം അധ്യായത്തിന്റെ 2, 3, 4 വാക്യങ്ങൾ വേഗത്തിൽ വായിക്കാം. ഹല്ലേലൂയ. 2 കൊരിന്ത്യർ 11-ന്റെ 2, 3, 4. ആമേൻ. വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. എന്നാൽ സർപ്പം ഹവ്വായെ വായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഒരുത്തൻ വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുകയോ കൈക്കൊള്ളാത്ത വേറൊരു സുവിശേഷം ചെയ്യുമ്പോൾ നിങ്ങൾ ഓർക്കുന്നത് ആശ്ചര്യം. മതി. ഞാൻ ക്രിസ്തു എന്ന ഏകപുരുഷന് നിർമ്മല കന്യകയെ ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. അപ്പൊ സഭ ആരാ? നിർമ്മല കന്യക. വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ട നിർമ്മല കന്യക. ഈ മണവാട്ടി എന്നൊക്കെ പറയുമ്പോൾ അല്ലേ ഭാഷ, അതിലൊരു പെശകുള്ളത് എന്താന്ന് ചോദിച്ചാൽ, കല്യാണം കഴിഞ്ഞാലേ മണവാട്ടി എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങൾ രണ്ടുപേരും കല്യാണ നിശ്ചയം കഴിഞ്ഞവരാണ്. കല്യാണ നിശ്ചയം കഴിഞ്ഞ് നിങ്ങളെ മണവാട്ടി എന്ന് വിളിക്കാൻ പറ്റില്ല. വിവാഹ ശേഷമാണ് മണവാട്ടി. ഇപ്പം അയൽവാസത്തോടുകൂടി ഒരു കല്യാണ ചെറുക്കനും പെണ്ണും കൂടി വിവാഹം കഴിഞ്ഞ് പോകാൻ നേരത്ത് ദേവോനടി പുതിയ മണവാളനും മണവാട്ടിയും എന്നവർ പറയും. അതേസമയത്ത് കല്യാണ നിശ്ചയം കഴിഞ്ഞിട്ട് ഇറങ്ങിപ്പോകുന്നവരെ നോക്കിയിട്ട് എന്താ പറയുക? അവര് കല്യാണ നിശ്ചയം കഴിഞ്ഞ പെണ്ണും ചെറുക്കനാണെന്ന് തിരിച്ചു പറയും അല്ലേ? കൃത്യമായിട്ട് തിരിച്ചു പറയും. അപ്പൊ ഇവിടെ പൗലോസ് പഠിപ്പിക്കുന്നത് നിർമ്മല കന്യക, ചേസ്റ്റ് വെർജിൻ. ഈ ചേസ്റ്റ് വെർജിൻ എന്നുള്ള വാക്ക് എൻ്റെ തലയിലോട്ട് കയറുന്നില്ല. ഒരു ഭയങ്കര ഹാർഡായിട്ടുള്ളൊരു വാക്കാണ്. ഉടനെ ഞാൻ എൻ്റെ ഡിക്ഷണറി, എനിക്ക് 2-3 ഡിക്ഷണറി ഉണ്ട്, ഞാനെടുത്ത് അങ്ങോട്ട് തപ്പാൻ തുടങ്ങി. തപ്പി വായിച്ചപ്പോൾ അതിൽ എഴുതി വെച്ചിരിക്കുന്നത് മനസ്സ വാച കർമ്മണ. വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ട ഒരു പെണ്ണ് വേറൊരു പുരുഷനെ ചിന്തിക്കാൻ പോലും പാടില്ല. മനസ്സിലാവുന്നുണ്ടല്ലോ? കാരണം എന്താ? ആൽഫ മണവാളനാകുന്ന ക്രിസ്തുവുമായിട്ട് വിവാഹ ബന്ധത്തിലേക്ക് ഏർപ്പെടാൻ വിവാഹ നിശ്ചയം കഴിഞ്ഞു.
ഇനി ഈ മണവാട്ടി ചിന്തിക്കുന്നത്, ഈ കന്യക ചിന്തിക്കേണ്ടത് എന്താ? എന്നാണ് ഞങ്ങളുടെ വിവാഹം, എന്നാണ് ഞങ്ങൾ ഒരുമിച്ച് ചേരുന്നത്, എന്നാണ് ഞങ്ങളൊരു മണിയറയിൽ പ്രവേശിക്കുന്നത്, എന്നാണ് ഞങ്ങൾ കൈകോർത്ത് പിടിച്ച് നടക്കുന്നത്, എന്നാണ് എൻ്റെ ഭർത്താവുമായിട്ടുള്ള ജീവിതം ഞാൻ തുടങ്ങുന്നത് എന്നോർത്ത് ഹൃദയത്തിൽ ധ്യാനിച്ച് സന്തോഷിച്ച് ആ പ്രത്യാശയിൽ ജീവിക്കണം പുതിയ നിയമസഭ. എന്നാണ് കാഹളം ധരിച്ച് കർത്താവ് എന്നെ ചേർക്കുന്നതെന്നുള്ള ആ ചിന്തയോടെ ഈ മണവാട്ടിയാകുന്ന സഭയിലെ ഓരോ വ്യക്തികളും, എന്നാണ് എൻ്റെ വിവാഹം, എന്നാണ് കർത്താവ് വരുന്നത്, എന്നാണ് എന്നെ ചേർക്കുന്നത്, എന്നാണ് എൻ്റെ കഷ്ടത മാറുന്നത്, എന്നാണ് എനിക്ക് രൂപാന്തര ശരീരം കിട്ടുന്നത്, എന്നാണ് 1000 ആണ്ട് വാഴ്ചയിൽ പ്രവേശിക്കുന്നത്, എന്നാണ് പുതിയ ആകാശം പുതിയ ഭൂമിയിലേക്ക് എന്നെ ചേർക്കുന്നത് എന്നോർത്ത് പ്രത്യാശ നിർഭരമായ ഒരു ക്രിസ്ത്യ ജീവിതം നയിക്കേണ്ട സഭ ഇന്ന് എവിടെ കിടക്കുന്നു? പറഞ്ഞ ബ്രദർ, എവിടെ കിടക്കുക? കുഴഞ്ഞു കിടക്കുക. പ്രത്യാശയില്ല. ഒരു ഭാഷ ഒരു സ്ഥലത്ത് ചെന്നപ്പോ കർത്താവിൻ്റെ വരവൊന്നുമില്ല, കർത്താവൊന്നും വരാൻ പോണില്ല എന്ന് പറഞ്ഞ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ഇതിൻ്റെ ഇടയിൽ ചെന്ന് പെട്ടു. എൻ്റെ പൊന്നും ബ്രദറെ, നമ്മൾ വിടുവോ ഇങ്ങനെയുള്ള കേസ്? അറിയാമല്ലോ, ഞാൻ അന്ന് കർത്താവിൻ്റെ വരവിനെ കുറിച്ച് അങ്ങോട്ട് പ്രസംഗിക്കാൻ തുടങ്ങി. പാപം ഒഴിഞ്ഞൊരു ക്രിസ്ത്യ ജീവിതം നയിച്ച് കർത്താവിൻ്റെ ഒരു ഉരുകണമെന്ന് പ്രസംഗിച്ച് പിശാചി ഇളവിയോടെ പുള്ളി പറഞ്ഞു, ഈ പുള്ളിയെ പറഞ്ഞു വിട്ടാൽ ഞങ്ങൾക്ക് കൂട്ടായ്മ നടത്താമെന്ന്. അപ്പോൾ കൂട്ടായ്മയ്ക്ക് വിളിച്ച പുള്ളി പറഞ്ഞു, പുള്ളിയെ പറഞ്ഞു വിടാം, വചനവിരുദ്ധമായ ഏത് ഉപദേശമാ പറഞ്ഞെന്ന് പറയാം. സംഗതി ഭയങ്കര ഭൂകമ്പം. ഒരു റിക്ടർ സ്റ്റൈൽ ഒരു 12 വേണം അടിച്ചെന്നാണ് എനിക്ക് തോന്നുന്നത്. ആകെ കുലുങ്ങി നാശഭൂജമായി. അപ്പൊ എന്നെ വിളിച്ച പുള്ളി നല്ല ദർശനമുള്ള ഒരു ദേവദാസനാണ്. കാരണം കർത്താവിൻ്റെ ഭക്തിയിലൊക്കെ ജീവിക്കുന്ന ഒരാളാണ്. ഏത് ഉപദേശമാ പുള്ളി തെറ്റിച്ച് പറഞ്ഞ് ഇപ്പൊ പറഞ്ഞു വിടാമെന്ന്. അവസാനം ആ പുള്ളി ഈ വിളിച്ച പുള്ളിയുടെ ചീത്തയും പറഞ്ഞിട്ട് അവിടെ തുടങ്ങി. എന്നെ പറഞ്ഞു വിട്ടാൽ നമുക്ക് കൂട്ടായ്മ കൂടാം, ഫാസ്റ്റായിട്ടിരുന്ന് പുള്ളിയെ ഉപദേശിച്ചൊക്കെ നടത്താം. അതല്ല, ഈ പുള്ളി ഇവിടെ ഉള്ളിടത്തോളം കാലം ഞാൻ എന്നെ പറഞ്ഞു വിടുന്നു എനിക്കൊരു വിഷയമൊന്നുമില്ല. എനിക്കതൊരു വിഷയമേ ഇല്ല. കാരണം സ്വർഗത്തിലെ ദൈവമാണ് എനിക്ക് വചന വെളിപ്പാട് തന്നെങ്കിൽ അത് പോകുന്നിടത്തൊക്കെ തുറന്നു വയ്ക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വം, നമ്മുടെ ശുശ്രൂഷയാണ്, നമ്മുടെ ഉദ്യോഗമാണ്. പൗലോസ് പറഞ്ഞ പോലെ ആ ഉദ്യോഗം, ആ ശുശ്രൂഷ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ദുരുപദേശത്തിലുള്ളവർക്ക് അത് പിടിക്കത്തില്ല. മനസ്സിലായില്ലേ? അവസാനം പുള്ളി ആ അവിടെ ഈ കൂട്ടായ്മ വിട്ട് പുള്ളി രക്ഷപ്പെടാനിടയായി. കണ്ടം വഴി ഓടി രക്ഷപ്പെട്ടു. സ്തോത്രം. ഞങ്ങൾ ഇന്നും കൃപയാൽ സന്തോഷമായിട്ട് കൂട്ടായ്മ ആയിരിച്ച് മുമ്പോട്ട് പോകാം. കാരണം എന്ന് വെച്ചാൽ കർത്താവ് വരുന്നില്ലെങ്കിൽ പിന്നെ നമ്മുടെ പ്രസംഗത്തിന് എന്ത് പ്രസംഗം? കർത്താവ് ഉയർത്തെഴുന്നേറ്റില്ലെങ്കിൽ, കർത്താവ് വരുന്നില്ലെങ്കിൽ നമ്മുടെ സ്തോത്രം, കർത്താവ് പോകാൻ നേരത്ത് തന്നെ അവിടെ പ്രവൃത്തി പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യമാണെന്ന് തോന്നുന്നു. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നതെന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത യേശു പോയതുപോലെ തിരികെ വരും. യേശുക്രിസ്തു വരുമെന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിശുദ്ധന്മാരുടെ സംഘമാണ് നമ്മൾ. നമ്മുടെ ഏക പ്രത്യാശ കർത്താവിൻ്റെ വരവാണ്. നമ്മുടെ പ്രത്യാശ സ്വർഗരാജ്യമാണ്. നമ്മുടെ പ്രത്യാശ ദൈവരാജ്യമാണ്. നമ്മുടെ പ്രത്യാശ രൂപാന്തര ശരീരമാണ്. നമ്മുടെ പ്രത്യാശ 1000 ആണ്ട് വാഴ്ചയാണ്. നമ്മുടെ പ്രത്യാശ പുതിയ ആകാശം പുതിയ ഭൂമിയിലെ വാഴ്ചയാണ്. ഇതിനെ തകിടം മറിക്കുന്ന ഏത് പിശാചിന്റെ ആത്മാവ് കയറിയവനെ നമ്മൾ നാഗശികാന്തമായി എതിർത്തേ മതിയാവും. കാരണം ഇത് തിരുവചന സത്യമാണ്. ഇവിടെ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചു. ആ ചതിയായി ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ സർപ്പം വരുന്നത് ഏത് വേഷത്തിലാ? പരമാശയമുണ്ട്. നല്ല വെള്ള ഷർട്ടും കറുത്ത പാൻറ്റും മീശയൊക്കെ പഠിച്ച് BMW കാറിലാണ് നടക്കുന്നത്. നാനാക്കാരൊന്നും പറ്റത്തില്ല. താഴത്തെ കിടക്കുന്ന ഏറ്റിലുണ്ടെന്നവർക്ക് പറ്റത്തില്ല. BMW കാർ വേണം. പിന്നെ താമസിക്കാനായിട്ട് മീറ്റിങ്ങിന് വിളിച്ചാൽ എവിടെ വേണം? ഒരു പാസ്റ്റർ ഞാൻ പറഞ്ഞാൽ നേരത്തെ പാസ്റ്റർ പറഞ്ഞു, പാസ്റ്റർ നമുക്കിവിടെ താമസിക്കാം. ബാംഗ്ലൂരിൽ നിന്ന് ഒരു പാസ്റ്റർ കെട്ടിയെടുത്തോണ്ട് വന്നാൽ എൻ്റെ വീട്ടിൽ നല്ലൊരു നോ എന്താ കാര്യം? ഐ വാണ്ട് AC റൂം. പിന്നെ AC റൂമിൽ ഈ നെറ്റിൻ്റെ കണക്ഷൻ എന്താ പറയുന്നത്? വൈഫൈ ഫെസിലിറ്റി, അങ്ങനെ പറയണം. ഫെസിലിറ്റി AC റൂം. എന്തിനാ? പാപം ചെയ്യാൻ. എന്നിട്ട് അവിടെ കിടന്നിട്ട് നമ്മളെടുക്കെ വന്നിട്ട് എന്ത് ചെയ്യുക? ഭയങ്കര പ്രസംഗം. ഞാനിതൊക്കെ മനസ്സിലാക്കിയാണ് 50 വർഷമായി പൊത്തോടത്ത് നടക്കാൻ. ഇതൊക്കെ മനസ്സിലാക്കി ഇതൊക്കെ ഗ്രഹിച്ച്
ഈ കള്ളപ്രവാചകന്മാരെയും ദുർവിധാഷ്ടന്മാരുടെയും ചിന്താഗതികളെയൊക്കെ പൊളിക്കാൻ വേണ്ടി സ്വർഗത്തിലെ ദൈവം എന്നോട് കൽപ്പനയിട്ടത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. എൻ്റെ കൂടെയുള്ള ഒരു അച്ഛൻ ചോദിച്ചു, പാസ്റ്റർ എന്ത് അധികാരം കൊണ്ടാണ് ഇതൊക്കെ പറയുക? കർത്താവ് പറഞ്ഞുകൊണ്ട് പറയുക. ഇതൊന്നും ശരിയല്ലല്ലോ, പിന്നെ ഏതാ ശരി? ശരി നിങ്ങൾ പറ. പുള്ളി പറഞ്ഞു, എൻ്റെ വാട്സപ്പിലുള്ള നിങ്ങളുടെ നമ്പർ ഞാൻ കട്ട് ചെയ്യാൻ പോകുന്നു. ആയിക്കോട്ടെ. ആ കട്ട് ചെയ്ത് അങ്ങോട്ട് പിന്നെ ഒരു 15 നേരെ പിന്നെയും കയറി വന്നു, പുതിയ കണക്ഷൻ. ഒന്ന് പോയാൽ 15. സ്വത്രം. അപ്പം ഇതൊന്നും നമുക്ക് വിഷയമല്ല പ്രിയമുള്ളവരെ. തിരുവചന സത്യങ്ങളെ കോട്ടിക്കളയുന്ന, കൂട്ടിച്ചേർക്കുന്ന, മറിച്ചു കളയുന്ന ഏത് വചന പ്രഘോഷണങ്ങളും നമ്മൾ തിരിച്ചറിയുക, അത് സാത്താന്റെ പ്രവൃത്തിയാണെന്ന് മനസ്സിലാക്കുക. തിരുവഴുത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു. യേശുവിനെ പരീക്ഷിക്കാൻ നേരത്ത് യേശു പറഞ്ഞത് എന്താ? ആ 3 കാര്യങ്ങളൊന്ന് പറഞ്ഞേ. കല്ല് അപ്പമായി തീരാൻ ഏൽപ്പിക്കാൻ. അപ്പൊ എന്ത് പറഞ്ഞു? മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു. തിരുവഴുത്തിൽ എഴുതിയിരിക്കുന്നു. 2, ചാടാൻ പറഞ്ഞു. നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതെ ദൂതന്മാർ കൈകൾ വഹിച്ചു. എഴുതിയിരിക്കുന്നു. തിരുവഴുത്തിൽ എഴുതിയിരിക്കുന്നു. അടുത്ത് വീണ് നമസ്കരിക്കാൻ പറഞ്ഞു. നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ നമസ്കരിക്കാവുള്ളൂ എന്ന് എഴുതിയിരിക്കുന്നു. തിരുവഴുത്തിൽ എഴുതിയിരിക്കുന്നു. വചനത്തിൽ എഴുതിയിരിക്കുന്നു. ദൈവം കൽപ്പിച്ചിരിക്കുന്നു. അത് വിട്ട് ഞങ്ങൾ മാറത്തില്ല. പിശാചിന്റെ 3 ശക്തമായ പോരാട്ടത്തിന്റെ നടുവിൽ ദൈവപുത്രൻ തിരുവചനമെന്ന വാളുകൊണ്ട് പിശാചിനെതിരെ വെട്ടി. ഞാനൊരു കേസിറ്റ് ഇറക്കി അതിനെ കുറിച്ച്. കേസിറ്റല്ല, ഇപ്പൊ ഇന്നും കിടപ്പുണ്ട്, യൂട്യൂബിൽ മെസ്സേജ് കിടപ്പുണ്ട്. ഇന്നത്തെ പാസ്റ്റർമാരിൽ ചിലരൊക്കെ ആയിരുന്നെങ്കിൽ വീണ് നമസ്കരിച്ച് അത് വണങ്ങി ആദ്യത്തെ ആ പിശാചിന്റെ അറ്റാക്കിൽ തന്നെ ആ ലോകത്ത്, ആ പലസ്തീൻ നാട്ടിലെ കല്ല് മുഴുവൻ എങ്ങനെയെങ്കിലും ശേഖരിച്ച് അപ്പമുണ്ടാക്കി ആ പലസ്തീൻ നാട്ടിൽ വലിയൊരു ഗോഡൗൺ പണിത് അതിൻ്റെ ഉള്ളിൽ അപ്പങ്ങളെല്ലാം കയറ്റി വെച്ച് അപ്പ ഫാക്ടറി ആക്കി വിറ്റ് കാശുണ്ടാക്കി കോടികളായി സുഖിക്കുന്ന സുഖിയൻ പാസ്റ്റർമാരെ ഒരാളായി അയാൾ തീർന്നതന്നെ. എന്നാൽ ദൈവപുത്രനായ യേശു ക്രിസ്തു ആയതുകൊണ്ട്, പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ ദൈവം അവനെ അയച്ചതുകൊണ്ട്, കർത്താവ് ആത്മശക്തി ഉള്ളവനായി വന്നതുകൊണ്ട്, കർത്താവിന്റെ ഹൃദയത്തിൽ എന്തുണ്ടായിരുന്നു? വചനമുണ്ടായിരുന്നു. വചനം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഏത് മഹാന്മാരെയും ശോധന ചെയ്യാനോ അവരെ പരീക്ഷിക്കാനോ ദൈവവചനത്തിന്റെ മുൻപിൽ അവരെ എടുത്ത് നമ്മൾ പഠിച്ച് മനസ്സിലാക്കി വേണം അവിടെ ദൂതുകൾ കേൾക്കുവാൻ, അവിടെ പ്രസംഗങ്ങൾ കേൾക്കുവാൻ, അവിടെ ശുശ്രൂഷകൾ അനുഭവിക്കുവാൻ. അല്ലെങ്കിൽ നമ്മൾ ബന്ധിക്കപ്പെടും. 100% ഞാൻ പറയുക, നമ്മൾ ബന്ധിക്കപ്പെട്ടു പോകും. അവിടെ ഇവിടെയൊക്കെ പറയുന്നതൊന്നും, ഞാൻ പറയുന്ന ആര് പറഞ്ഞാലും ഈ പുസ്തകത്തിന്റെ ഉള്ളിൽ നിന്നായിരിക്കണം. ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ, സ്വർഗത്തിൽ നിന്നൊരു ദൂതനാകട്ടെ, നിങ്ങളുടെ സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടു. അപ്പൊ ഈ ഉപദേശം തിരുത്തി പറഞ്ഞാൽ ആരായി? നമ്മളിപ്പോ കൈ കൊടുക്കുന്നുണ്ട്, അവരുമായിട്ടിരുന്ന് കഞ്ഞി കുടിക്കുന്നുണ്ട്, അവരുമായിട്ടിരുന്ന് പുട്ടടിക്കുന്നുണ്ട്. കാര്യമൊക്കെ ശരിയാ. അങ്ങനത്തെ ഒരു അവസ്ഥ നമ്മളൊക്കെ ചെയ്യാറുണ്ടല്ലോ. ഈ വചനത്തിന്റെ, ദൈവവചനത്തിന്റെ വ്യവസ്ഥകളെ ആര് തിരിച്ചു പഠിപ്പിച്ചാൽ, അതിനെ തെറ്റിച്ചു പഠിപ്പിച്ചാൽ അവരുമായിട്ട് കൈ കൊടുക്കരുത്. യോഹന്നാൻ ഒരു കുഞ്ഞു വചനം തൻ്റെ 2-ാം ലേഖനം 9-ാം വാക്യത്തിൽ എഴുതി വെച്ചു. അതൊന്ന് വായിച്ചാട്ട്. യോഹന്നാന്റെ 2-ാം ലേഖനം 9-ാം അധ്യായം 9, 10, 11 വായിച്ചോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പെട്ടെന്നാകട്ടെ. കറക്റ്റ് 1 മണിയാകുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കും. ഹല്ലേലൂയ, സ്തോത്രം. 2 യോഹന്നാൻ 9. ഹല്ലേലൂയ, സ്തോത്രം. ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ ആദർ കടന്നു പോകുന്ന ഒരുത്തനും ദൈവമില്ല. ഉപദേശത്തിൽ നിൽക്കുന്നവനോ പിതാവും പുത്രനും ഉണ്ട്. അടുത്ത ഒരുത്തൻ ഈ ഉപദേശവും കൊണ്ട് അല്ലാതെ നിങ്ങളുടെ അടുക്കൽ വന്നുവെങ്കിൽ നമ്മളിപ്പോ അവന് ബിരിയാണി വെച്ച് കൊടുക്കുകയാണ്. എനിക്കിതേ പറയാൻ പറ്റുള്ളൂ. ഈ വചനം മാത്രമേ എനിക്ക് പറയാൻ പറ്റൂ. ഈ ഉപദേശം കൊണ്ടല്ലാതെ ഒരു ഉപദേശികളുടെ വീട്ടിൽ വന്നു ഭാര്യയും മക്കളുമായിട്ടൊക്കെ വന്നുകൊണ്ട് ഞാൻ സമാധാനത്തോടെ ഇറങ്ങി പോകാനുള്ളൊരു മുഖാന്തരം ഇരിക്കുന്നു. കാരണം ഭാര്യയുണ്ട്, മക്കളുണ്ട്. യേശു ക്രിസ്തുവിന്റെ ദൈവത്വത്തെ നിഷേധിക്കുന്ന ഒരു വ്യക്തി,
എൻ്റെ വീട്ടിൽ വന്നപ്പോൾ ഞാനകത്തോട് ഇടപെട്ടതിൻ്റെ കാര്യം സ്വന്തം ഭാര്യയും മക്കളും പെൺകുട്ടികളാണ് ഇതൊക്കെ ഇരിക്കുമ്പോൾ അവരുടെ മുമ്പിൽ വെച്ച് ചെയ്യുന്നതൊരു യോഗ്യമല്ല അല്ലേ? ഒരു വേദനാജനകമാണ്. അതുകൊണ്ട് സമാധാനത്തോടെ പറഞ്ഞു. അവസാനം ഞാൻ വാണിംഗ് കൊടുത്തു, നീ മേലിൽ ഡോണ്ട് കോൾ മീ, എന്നെ വിളിക്കരുത്, എനിക്കിഷ്ടമല്ല. കാരണം ഉപദേശം നിങ്ങളെ തെറ്റിച്ച് കളയുന്നതാണ്. ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിലൂട്ടൊന്നും ഒരിക്കലും ദൈവമില്ലെന്ന്. അപ്പൊ നിരീശ്വരവാദി കോവൂരിന്റെ സഹോദരനാണ്. കോവൂരിന്റെ സഹോദരനായിട്ട് ഇരിക്കുന്ന ബന്ധം, ഏറ്റവും കൂറുമായിട്ട് ഇരിക്കുന്ന ബന്ധം, ഒരു നിരീശ്വരവാദിയായിട്ട് എനിക്കെന്ത് ബന്ധം? വചനം അങ്ങനെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവർ, ഈ അന്ത്യകാലത്ത് ഈ പഥ്യവചനം, പഥ്യോപദേശം നന്നായി പഠിച്ച് മനസ്സിലാക്കി അതിൻ്റെ വ്യവസ്ഥകളിൽ നമ്മൾ നിലനിന്നില്ലെങ്കിൽ നമ്മളെ തെറ്റിച്ച് കളയും. അതുകൊണ്ടാണ് 1000 ആണ്ട് വാഴ്ചയാണെങ്കിലും കർത്താവാണ് ഭരിക്കുന്നതെങ്കിലും യവനെ പൂട്ടിയില്ലെങ്കിൽ ഇവരെന്ത് ചെയ്യും? തകർത്തുകളയും. ആ സത്യം ഞാൻ മനസ്സിലാക്കി അന്ന് തൊട്ട് ഞാൻ ശക്തിയോടെ പ്രസംഗിച്ചു കൊണ്ടിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. യെശയ്യാപ്രവചനം 11 നമ്മൾ വായിക്കാൻ തുടങ്ങിയോ? യെശയ്യാവ് 11 ചില വാക്യങ്ങളോട് വായിച്ച് നമുക്ക് പെട്ടെന്ന് നിർത്താം. 11 മുഴുവൻ വായിച്ചല്ലേ? ഓക്കെ. അപ്പം എൻ്റെ 30 വാക്യം, 30 അധ്യായം എടുത്തോട്ടെ. യെശയ്യാവ് 30 വാക്യങ്ങൾ വായിച്ച് പെട്ടെന്ന് നമുക്ക് മുമ്പോട്ട് പോവാം, നിർത്താം. ഞാൻ അതിനെ ഉദ്ദേശിക്കുന്നു. 30 സ്വത്രം 26 വാക്യം, 32 1 മുതൽ 5 വരെ പെട്ടെന്ന് വായിച്ചാൽ. യഹോവ തന്റെ ജനത്തിന്റെ 30-26 വായിക്കുന്നത് കേട്ടോ. 30-26 വായിക്കുന്നത് ശ്രദ്ധിച്ചോണേ. യഹോവ തന്റെ ജനത്തിന്റെ മുറിവ് കെട്ടുകയും അവിടെ അടിപ്പിടൽ പൊറുപ്പിക്കുകയും ചെയ്യുന്ന നാളിൽ, 1000 ആണ്ട് വാഴ്ചയിലാണ് കേട്ടോ സംഭവിക്കുന്നത്. യഹോവ തന്റെ ജനത്തിന്റെ മുറിവ് കെട്ടുകയും അവിടെ അടിപ്പിടലുകൾ പൊറുപ്പിക്കുകയും ചെയ്യുന്ന നാളിൽ ചന്ദ്രന്റെ പ്രകാശം സൂര്യന്റെ പ്രകാശം പോലെയാകും. സൂര്യന്റെ പ്രകാശം 7 പകലിന്റെ പ്രകാശം പോലെ 7 ഇരട്ടിയായിരിക്കും. 1000 ആണ്ട് വാഴ്ചയിൽ നടക്കുന്ന സംഭവം. യഹോവ തന്റെ ജനത്തിന്റെ മുറിവ്, നമ്മുടെ കഷ്ടതകളും നമ്മുടെ മുറിവുകളും നമ്മുടെ വേദനകളും എല്ലാം പൊറുപ്പിക്കുന്ന ഒരു കാലമാണ്. സ്വാന്തനപ്പെടുത്തുന്ന, സൗഖ്യമാക്കുന്ന ഒരു കാലമാണ് 1000 ആണ്ട് വാഴ്ച. രോഗമില്ലാത്ത കാലം, മുടന്തനില്ലാത്ത കാലം, കുരുടനില്ലാത്ത കാലം, ഒരു അംഗവൈകല്യങ്ങളും ഇല്ലാത്ത കാലം. എനിക്കറിയാം, ചാലക്കുടിയിൽ എൻ്റെ മെസ്സേജ് കേൾക്കാൻ ഒരു 2 കണ്ണുമില്ലാത്തൊരു ബഹുമാനപ്പെട്ട പാസ്റ്റർ വരുമായിരുന്നു, പാസ്റ്റർ രാജൻ. അയ്യോ, ഞാൻ വരുന്നെന്ന് പറയുമ്പോൾ എങ്ങനെയെങ്കിലും തപ്പിപ്പിടിച്ച് ആരിലെങ്കിലും ബൈക്കിൻ്റെ പുറകിൽ കയറിയിരുന്ന് വരും. വന്നിട്ട് ഈ വചനം കേട്ടിരുന്ന് ഹല്ലേലൂയ പറയും, സ്വോത്രം പറയും. ഞാൻ ആ മാന്യത്തോട് പറഞ്ഞു, കർത്താവിൻ്റെ വരവിൽ നിങ്ങളുടെ ഈ 2 കണ്ണുകളും തുറന്നു വരും. കാരണം കുരുടനില്ല എന്ന് വചനം പറയുന്നു, മുടന്തനില്ല എന്ന് വചനം പറയുന്നു. യാതൊരു രോഗങ്ങളുമില്ല, യാതൊരു പ്രശ്നങ്ങളുമില്ല. ഒരാത്മ ശരീരം പ്രാപിച്ച്, ഒരു രൂപാന്തര ശരീരം പ്രാപിച്ച്, ഒരു സ്പിരിറ്റിന്റെ ശരീരം. ഇപ്പൊ നമുക്ക് കേൾക്കട്ടെ, രാവിലെ എണീക്കുമ്പോൾ എന്താ നമ്മുടെ ലക്ഷ്യം? ഇച്ചിരി പ്രായമായവരുടെ ചിന്ത ഞാൻ പറയും, രാവിലെ എണീറ്റ് നല്ലൊരു ചൂടുവെള്ളം കിട്ടും. അടുത്തുവെള്ളം കുടിക്കാൻ പറ്റത്തില്ല. ബാത്റൂമിലൊക്കെ പോണേ ചൂടുവെള്ളം വേണം. സമയത്തിന് ആഹാരം കഴിക്കണം. വിശപ്പ്, ആരെങ്കിലും ദൂരെ എവിടെയെങ്കിലും ഒക്കെ പോകണമെങ്കിൽ ആരെങ്കിലും കാറിൽ കൊണ്ടുപോകണം. ഒരു ഇച്ചിരി കൂടി പ്രായം, ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പ്രശ്നങ്ങൾ ഇതുവരെ വന്നിട്ടില്ല. കുറച്ചുകൂടി കഴിയുമ്പോൾ അതൊക്കെ വരുമായിരിക്കും, നമുക്കറിയത്തില്ല. അതിനു മുമ്പ് അങ്ങ് പൊക്കയോടെന്ന് എൻ്റെ പ്രാർത്ഥന. പരസഹായത്തോടെ ഈ ഭൂമി ജീവിക്കാൻ എന്നെ അനുവദിക്കില്ലെന്ന് എൻ്റെ ശക്തമായ പ്രാർത്ഥനയാണ്. എനിക്ക് നടക്കണം, എനിക്കിരിക്കണം, എനിക്ക് കാർ ഓടിക്കണം, എനിക്ക് ബൈക്ക് ഓടിക്കണം. ഇതൊക്കെ ചെയ്യാനുള്ള ആരോഗ്യം തരണമേ എന്ന് ഞാൻ ദൈവസന്നിധിയിൽ കിടന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഇതൊന്നും ഇല്ലാത്തൊരവസ്ഥയിൽ ഇങ്ങനെ പിടിച്ചൊക്കെ നടത്തി അങ്ങനെയൊന്നും പൊടിച്ചൊന്നും പോണ്ട. അതിന് മുമ്പ് അങ്ങ് പൊക്കോട്ടെ. നമ്മുടെ ശുശ്രൂഷ തീർന്നെങ്കിൽ അങ്ങ് വിളിച്ചാട്ടെന്ന് ഞാൻ ചിന്തിക്കുന്നവരുണ്ട് ചിലപ്പോൾ. പ്രിയ ദൈവമക്കളെ, ഇവിടെ എഴുതിയിരിക്കുന്നത് നമ്മുടെ മുറിവുകൾ കെട്ടുന്ന കാലമാണ്, അടിപ്പിണലുകളെ പൊറുപ്പിക്കുന്ന കാലമാണ്. ആ കാലം ചന്ദ്രന്റെ പ്രകാശം പോലെ, ചന്ദ്രന്റെ പ്രകാശം സൂര്യന്റെ പ്രകാശം പോലെയും, സൂര്യന്റെ പ്രകാശം എന്റെ ദൈവമേ. അപ്പൊ നമുക്ക് കണ്ണാടി വല്ലതും വേണോ? മാസം വലിച്ചേരി ദൂരെ കളയുക. സ്വത്രം. ഇനി കഞ്ഞി വല്ലതും കുടിക്കണോ? ഒന്നും കഴിക്കണ്ട. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ആ രൂപാന്തര ശരീരത്തിന്റെ ഘടനയും അതിന്റെ അനുഭവം തന്നെ കാണിച്ചു തരാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. കർത്താവ് ചിലപ്പോൾ കാണിച്ചു തരുമായിരിക്കും, അറിയത്തില്ല. ഒരു അത്ഭുതകരമായ ശരീരമല്ലേ അത്? അടച്ചിട്ട റൂമിൽ പ്രവേശിക്കുന്ന ശരീരം. അമേരിക്കയിലും ലണ്ടനിലൊന്നും പോകാൻ വിസ വേണ്ട.
മെഡിക്കൽ എടുക്കണ്ട, അങ്ങ് പോയച്ചാൽ മതി. സ്തോത്രം. എല്ലാം കൊണ്ടും സന്തോഷം നിറഞ്ഞൊരു ജീവിതമാണ് 1000 ആണ്ട് വാഴ്ചയിൽ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അനുഭവിച്ചാണെങ്കിലും ദൈവവചനത്തിന്റെ വ്യവസ്ഥയിൽ നിലനിന്ന് വിശുദ്ധമായി ജീവിച്ച് പത്യവചനം പത്യോപദേശം അനുസരിച്ച് ജീവിച്ച് ആ കർത്താവിന്റെ 1000 ആണ്ട് വാഴ്ചയിൽ പ്രവേശിക്കാൻ ദൈവമക്കൾ ഉത്സാഹമുള്ളവരായിരിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. ഇനി 32-1 മുതൽ 5 വരെയുള്ള വാക്യം. 32 ഒരു രാജാവ് നീതിയോടെ വാഴക്കട്ടെ. പക്ഷേ ഇന്നത്തെ ഭരണകർത്താക്കൾ മുഴുവൻ അനീതിയുടെ വാഴ്ചക്കാരാണേ. മറിയച്ചേടത്തി പിച്ചച്ചട്ടി എടുത്ത് തെണ്ടിയതിന്റെ കാര്യം എന്താ? അനീതിയുള്ള ഭരണം. ഈ പറയുമ്പോ എല്ലാം പറഞ്ഞു പോവുക. പശുത്തൊഴുത്ത് പണിയാൻ 40 ലക്ഷം രൂപ. പിന്നെ ഒരു വണ്ടി മേടിച്ച് മുഖ്യന്മാരെല്ലാം കൂടി കേരളം മുഴുവൻ ചുറ്റിക്കറങ്ങാൻ 1.5 കോടി 2 കോടി ഇത്രയും കോടിക്കണക്ക്. അപ്പുറത്തുകൂടി മറിയച്ചട്ടി പിച്ചച്ചട്ടിയായിട്ട് തെണ്ടിക്കൊണ്ടിരിക്കുക. അപ്പൊ ആരാണ്ടും ചോദിച്ചു, ഈ നിങ്ങൾ ഈ കറങ്ങുന്ന കാശെടുത്ത് ആ ചേട്ടത്തിന് പെൻഷൻ കൊടുക്കേണ്ട സഹാക്കന്മാരെ നിങ്ങൾ എന്താ ഈ ചെയ്യണേ? ഈ വാക്യമാണ് അതിന് മറുപടി. ഒരു രാജാവ് നീതിയോടെ വാഴും. യേശു കർത്താവ് ഈ ഭൂമിയെ നീതിയോടെ ഭരിക്കും. ഇന്നത്തെ ഭരണകർത്താക്കൾ മുഴുവൻ അനീതിയുടെ ഭരണകർത്താക്കളാണ്. അവരെ കൊണ്ട് ഒരു ഗുണവും ആർക്കും വരികയില്ല. ന്യായമായി നമുക്ക് കിട്ടേണ്ട നന്മകൾ പോലും തടഞ്ഞു കളയുന്ന ഭരണകർത്താക്കന്മാരാണ്. അവരും അവരുടെ ശിങ്കിടികളും ഭൗതികം കൊണ്ട് സുഖിക്കുക. എന്നാൽ ആരണ്ടും പറയണ്ടായി, ഞങ്ങളുടെ ടാക്സ് പണം കൊണ്ട് നിങ്ങൾ സൂക്ഷിച്ചുകൊണ്ടിരിക്കുക, ഞങ്ങൾക്ക് പെൻഷനില്ല. ഞങ്ങളൊരു കടയിൽ പോയി 500 രൂപയുടെ സാധനം മേടിച്ചാൽ 50 രൂപ ഏത് വകുപ്പിലാണ് അവർക്ക് എടുക്കുന്നത്? GST. ഇതെന്ന് വന്ന ചില വർഷങ്ങളായിട്ടുള്ള വന്നിട്ടേ. അപ്പൊ നമ്മുടെ പൈസ കൊണ്ട് GST മേടിച്ച് അവർ സൂഹിക്കാൻ പിടിക്കുകയും ചെയ്തിട്ട് നമ്മുടെ കാര്യങ്ങൾ എന്നോട് പറഞ്ഞു പെൻഷന് അപേക്ഷിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് അവരുടെ പെൻഷൻ വേണ്ട. അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കി കിട്ടാൻ സാധ്യതയില്ല. കാരണം ഒരു 4 വീലുള്ള വണ്ടി ഉണ്ടെങ്കിൽ പെൻഷൻ ഇല്ല. ഇങ്ങനെയുണ്ട്. അവരുടെ പെൻഷനും വേണ്ട, ഒന്നും വേണ്ട. വേലക്കാരൻ കൂലിക്ക് യോഗ്യൻ. ദൈവം അത്ഭുതകരമായി നടത്തുന്നു. പ്രിയമുള്ളവരെ, ഞാൻ പെട്ടെന്നങ്ങ് വായിച്ചു പോകാം. പ്രഭുക്കന്മാർ ന്യായത്തോടെ അധികാരം നടത്തും. എപ്പോൾ? 1000 ആണ്ട് വാഴ്ചയിൽ. ഓരോരുത്തൻ കാറ്റിനൊരു മറവും പിശകിന് ഒരു സങ്കേതവും ആയി വരണ്ട നിലത്ത് നീർത്തോട് പോലെയും ക്ഷീണമുള്ള ദേശത്ത് നീരറുടെ തണൽ പോലെയും ഇരിക്കും. കാണുന്നവരുടെ കണ്ണിനി മങ്ങുകയില്ല, ഇപ്പൊ മങ്ങിക്കൊണ്ടിരിക്കുക. കേൾക്കുന്നവരുടെ ചെവി ശ്രദ്ധിക്കും, ഇപ്പൊ കേൾവിയും കുറവാ. ഒരു കാര്യം പറഞ്ഞ എന്തോ വല്ലതും പറഞ്ഞോ? കാണാനാണെങ്കിൽ കണ്ണട മാറ്റി നോക്കുന്നു, നോക്കുന്നു, കുറച്ച് അടുത്ത് പോയി നോക്കുന്നു. എന്നാൽ 1000 ആണ്ട് വാഴ്ചയിൽ അതില്ല. കാണുന്നവരുടെ കണ്ണ് മങ്ങുകയില്ല, കേൾക്കുന്നവരുടെ ചെവി ശ്രദ്ധിക്കും. അവിവേകികളുടെ ഹൃദയം പരിജ്ഞാനം ഗ്രഹിക്കും. വിക്കന്മാരുടെ നാവ് തടവില്ലാതെ വ്യക്തമായി സംസാരിക്കും. പോഷനെ ഇനി ഉത്തമനെന്ന് വിളിക്കയില്ല, ആഭാസനെ മഹാരാജാവെന്ന് പറയുകയില്ല. പോഷൻ പോഷത്വം സംസാരിക്കും. വഷളത്വം ചെയ്തും യഹോവയ്ക്ക് വിരോധമായി അബദ്ധം സംസാരിച്ചും വിശപ്പുള്ളവരെ പട്ടിണി കിട്ടും. ദാഹമുള്ളവർക്ക് പാനം മുടക്കിയും കൊണ്ട് അവൻ്റെ ഹൃദയം നീതികേട് പ്രവർത്തിക്കും. ആഭാസന്റെ ആയുധങ്ങളും ദോഷമുള്ളവ. ദരിദ്രൻ നീതിയായി സംസാരിച്ചാലും എളിയവരെ വ്യാജവാക്കൊണ്ട് നശിപ്പിക്കുവാൻ അവർ ദുരുപയോഗങ്ങളെ നിരൂപിക്കുന്നു. 1000 ആണ്ട് വാഴ്ചയിൽ ഇതൊന്നും ഉണ്ടാകത്തില്ല. ഒരു രാജാവ് നീതിയോടെ വാഴുമെന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നു. 35-ാം അധ്യായത്തിലെ വിഷയം കൂടി നമുക്ക് വായിക്കാം. 37 പാസ് വായിച്ചാട്ട് 35-ന്റെ 1 മുതൽ. മരുഭൂമിയും 1000 ആണ്ട് വാഴ്ചയിൽ മരുഭൂമിയും വരണ്ട നിലവും ആനന്ദിക്കും. നിർജ്ജന പ്രദേശം ഉല്ലസിച്ച് പനിനീർ പുഷ്പം പോലെ പൂക്കും. അത് മനോഹരമായി പൂത്ത് ഉല്ലാസത്തോടും ഘോഷത്തോടും കൂടി ഉല്ലസിക്കും. ലബനോന്റെ മഹത്വവും കർമ്മേലിന്റെ ഷാരോന്റെയും ശോഭയും അതിന് കൊടുക്കപ്പെടും. ഇപ്പോഴതില്ല. കാണും. ദൈവത്തിന്റെ തേജസ് കാണും 1000 ആണ്ട് വാഴ്ചയിൽ. അടുത്ത് തളർന്ന കൈകാലുകളെ ബലപ്പെടുത്തുവീൻ, കുടഞ്ഞ മുഴങ്കാലുകളെ ഉറപ്പിപ്പീൻ,
മനോഭീതിയുള്ളവരോട് ധൈര്യപ്പെടുവിൻ, ഭയപ്പെടേണ്ട, ഇതാ നിങ്ങളുടെ ദൈവം. പ്രതികാരവും ദൈവത്തിന്റെ പ്രതിഫലവും വരുന്നു. അവൻ വന്ന് നിങ്ങളെ രക്ഷിക്കുമെന്ന് പറയുവിൻ. ഓ പ്രൈസ് ദി ലോർഡ്. അന്ന് കുരുടന്മാരുടെ കണ്ണുകൾ തുറന്നു വരും, ചെവിടന്മാരുടെ ചെവി അടഞ്ഞിരിക്കയില്ല. അന്ന് മുടന്തൻ മാനിനെ പോലെ ചാടും, ഊമന്റെ നാവ് ഉല്ലസിച്ച് ഘോഷിക്കും. മരുഭൂമിയിൽ വെള്ളവും നിർജ്ജന പ്രദേശത്ത് തോടുകളും പൊട്ടിപ്പുറപ്പെടും. മരീചിക ഒരു പൊയ്കയായും വരണ്ട നിലം നീരുറവുകളായും തീരും. കുറുക്കന്മാരുടെ പാർപ്പിടത്ത് ഉയർന്ന സ്ഥലത്ത് തന്നെ വളരും. അവിടെ ഒരു ഉണ്ടാകും, അതിന് വിശുദ്ധ വഴി എന്ന് പേരാകും. ഒരശുദ്ധനും അതിൽ കൂടി കിടക്കയില്ല. അവൻ അവരോടുകൂടി ഇരിക്കും. വഴിപോക്കർ തെറ്റിപ്പോകയില്ല. ഒരു സിംഹം അവിടെ ഉണ്ടാകുകയില്ല. ഒരു ദുഷ്ടമൃഗം അവിടെ കയറി വരികയില്ല. ആ വക അവിടെ കാണുകയില്ല. ഓ, എഫേസ്യ ലേഖനത്തിൽ പറയുന്നു, വീണ്ടെടുക്കപ്പെട്ടവർ അവിടെ നടക്കും. അങ്ങനെ യഹോവയാൽ വീണ്ടെടുക്കപ്പെട്ടവർ മടങ്ങി ഉല്ലാസഘോഷത്തോടെ സിയോനിലേക്ക് വരും. നിത്യാനന്ദം അവരുടെ തലവിൽ ഉണ്ടാകും. അവർ ആനന്ദവും സന്തോഷവും പ്രാപിക്കും. ദുഃഖവും നെടുവീർപ്പും ഓടിപ്പോകും. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിൽ കാണുന്നുണ്ട് ആ ഭാഗം. സ്തോത്രം സ്തോത്രം. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിൽ ഇപ്പൊ വായിച്ചു നിർത്തിയ ആ വിഷയം തന്നെ കാണുന്നു. സ്തോത്രം. ഞാനത് പെട്ടെന്ന് വായിക്കാം. പുതിയ ആകാശം പുതിയ ഭൂമിയും കണ്ടു. ഒന്നാമത്തെ ആകാശം ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി, സമുദ്രം ഇനി ഇല്ല. ഇവിടുന്ന് പുതിയ ആകാശത്തിലേക്ക് പ്രൊമോഷനാണ്. എവിടുന്ന്? 1000 ആണ്ട് വാഴ്ചയിൽ നിന്ന്. അപ്പൊ അവിടുത്തെ അവസ്ഥ എന്താണ്? പുതിയൊരു യെരുശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിരിക്കുന്ന മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് ഇറങ്ങുന്നത് ഞാൻ കണ്ടു. സിംഹാസനത്തിൽ നിന്നൊരു മഹാശബ്ദം പറയുന്നതാ ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോടുകൂടി ദൈവത്തിന്റെ കൂടാരം. 1000 ആണ്ട് വാഴ്ചയിൽ നിന്ന് നമുക്ക് പ്രൊമോഷൻ, പുതിയ ആകാശം പുതിയ ഭൂമിയിലേക്ക് തരിക. അവിടുത്തെ അവസ്ഥയാണ് സ്തോത്രം യോഹന്നാൻ അപ്പോസ്തലൻ വെളിപ്പാട് 21-ന്റെ 1 മുതൽ 5 വരെ പറയുന്നത്. ഇതാ മനുഷ്യരോടുകൂടി ദൈവത്തിന്റെ കൂടാരം, അവൻ അവരോടുകൂടി വസിക്കും. അവൻ തൻ്റെ ജനമായിരിക്കും. ദൈവം താൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ഇനി മരണമുണ്ടാകിയില്ല, ദുഃഖവും മറുവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകിയില്ല. ഒന്നാമത്തത് കഴിഞ്ഞുപോയി. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ ഇതാ സകലവും പുതുതാക്കുന്നു എന്ന് അരുളി ചെയ്തു. എഴുതുക, ഈ വചനം വിശ്വാസയോഗ്യവും സത്യവുമാകുന്നു എന്നവൻ കൽപ്പിച്ചു. 1000 ആണ്ട് വാഴ്ചയിൽ നിന്ന് പുതിയ ആകാശം പുതിയ ഭൂമിയിലേക്ക് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നൊരു ഭാഗമാണ് ഇവിടെ നമ്മൾ കണ്ടത്. സ്തോത്രം. ഇനി സ്തോത്രം. ഹല്ലേലൂയ. ഹഗ്ഗായി പ്രവാചകന്റെ പുസ്തകം കൂടി വായിച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഹഗ്ഗായി പ്രവാചകന്റെ പുസ്തകം അതിലെ 2-ാം അധ്യായത്തിൻ്റെ 6-7 വാക്യങ്ങൾ വായിക്കാം. വായിച്ചാൽ ഹഗ്ഗായി പ്രവചനം 2-ാം അധ്യായത്തിൻ്റെ 6-7 വാക്യങ്ങൾ വായിച്ചു. ഹഗ്ഗായി 2-ന്റെ 6-7. തെറ്റിപ്പോവല്ലേ? ആമേൻ 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 ആമേൻ. കിട്ടിയില്ല? ഹഗ്ഗായി 2-ന്റെ 6-7. ഇല്ലെങ്കിൽ ഞാനെടുക്കാൻ കുഴപ്പമില്ല. നമുക്ക് ഒന്നുകൂടി വായിച്ചേ. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇനി കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് ആകാശത്തെയും ഭൂമിയെയും കടലിനെ കരയും ഇളക്കും, സകല ജാതികളെയും ഇളക്കും.
സകല ജാതികളുടെയും മനോഹര വസ്തു വരികയും ചെയ്യും. ഞാൻ ഈ ആലയത്തെ മഹത്വപൂർണമാക്കും എന്ന് സൈന്യങ്ങളുടെ ദൈവമായ യഹോവ. സകല മനുഷ്യരുടെയും മനോഹര വസ്തു വരും. കർത്താവ് തന്റെ സഭയെ ചേർത്തതിന് ശേഷം 1000 ആണ്ട് വാഴ്ചയ്ക്ക് വേണ്ടി തന്റെ മഹത്വ പ്രത്യക്ഷത ഉണ്ടെന്നാണ് ആ വചനങ്ങൾ വെളിപ്പെടുത്തുന്നത്. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 10-11 വാക്യങ്ങൾ. അങ്ങനെ യേശുവിന്റെ നാമത്തിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലുകളെല്ലാം മടങ്ങും. എല്ലാ നാവും യേശു കർത്താവെന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യുന്ന ഒരു കാലം വരാൻ പോകുന്നു. സഹോദരങ്ങളെ, നമ്മുടെ പ്രത്യാശ നിർഭരമായ ജീവിതം ഇതടുത്തുകൊണ്ടിരിക്കുന്നു. ദൈവസഭ ചേർക്കപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം 7 വർഷത്തെ മഹോദരകാലം കിരാതമായ ഭരണം ഈ ഭൂമിയിൽ നടക്കും. നമ്മളാരും ആ യെഹൂദക്രിസ്തുവിന്റെ ഭരണസീമയിലാകാൻ പാടില്ല. യെഹൂദക്രിസ്തു വന്ന സഭ ഇവിടെ ഭരിച്ചിട്ടേ പിന്നെ സഭ എടുക്കപ്പെടുകയുള്ളൂ എന്നൊക്കെ കള്ളപ്രവാചകന്മാരും ദുരുപദേഷ്ടകന്മാരും പറയുന്നുണ്ട്. അങ്ങനെ പറയുന്നവർ അങ്ങനെ പൊക്കോട്ടെ, നമ്മളെന്തായാലും അതിൽ ഇല്ല. പണ്ടൊരാളും പറഞ്ഞ പോലെ ഒരു നിരീശ്വരവാദി പ്രസംഗിക്കുക, കുരങ്ങിൽ നിന്നാണ് മനുഷ്യൻ ഉണ്ടായത്. അപ്പോൾ അടുത്ത് തന്നെ പാസ് പറഞ്ഞു, നിങ്ങളങ്ങനെ ഉണ്ടായി ശരിയായിരിക്കും, ഞങ്ങളങ്ങനെ ഉണ്ടായി. ഞങ്ങളെ ദൈവം ഏക മനുഷ്യനെ കുടിയിരിപ്പാനായിട്ട് ദൈവം സൃഷ്ടിച്ചു, അതിൻ്റെ പിന്തുടർച്ചക്കാരാണ്. പ്രസംഗിച്ച നിങ്ങൾ സാറ്, ബഹുമാനപ്പെട്ട സാറ്, നിങ്ങൾ കുരങ്ങുന്നുണ്ടായത്, ഞങ്ങളങ്ങനെ ഉണ്ടായെന്ന് നിങ്ങൾ പറയുന്നത്, ഞാനുണ്ടായെന്ന് പറഞ്ഞോളാൻ പറഞ്ഞു എന്ന് പറഞ്ഞതുപോലെ. സ്വത്രം യെഹൂദക്രിസ്തുവിന്റെ കിരാത ഭരണത്തിൽ നമ്മൾ ആരും ഇവിടെ കിടക്കരുത്. ഹല്ലേലൂയ, സ്വത്രം. അതിനു മുൻപ് കർത്താവ് വന്ന് സഭയെടുക്കുമ്പോൾ നമ്മളൊക്കെ എന്ത് ചെയ്യണം? പൊക്കോളം. ഇവിടെ കിടന്നാൽ നമ്മുടെ അവസ്ഥ പരിതാപകരമാണ്. 9-ാം അധ്യായം വെളിപ്പാടിൽ ആ വാക്യം കൂടി പറഞ്ഞങ്ങ് നിർത്താൻ പോവുക. 9-ാം വാക്യത്തിൽ നമ്മളിവിടെ കിടന്നു പോയാലുള്ള അവസ്ഥ എന്താണെന്ന് യോഹന്നാൻ അപ്പോസ്തലൻ പഠിപ്പിച്ചത് കേട്ട് ഞാൻ ഞെട്ടി വിറച്ചിരിക്കുക. ഹല്ലേലൂയ. 9-ാം അധ്യായത്തിന്റെ അക്കാലത്ത് മനുഷ്യൻ, അതിന്റെ 6-ാം വാക്യം, അക്കാലത്ത് മനുഷ്യൻ മരണം അന്വേഷിക്കും, കാണുകയില്ലതാനും മരിപ്പാൻ കൊതിക്കും, മരണം വെച്ച് അവനെ വിട്ട് ഓടിപ്പോകും. മലകളെയും പാറകളെയും ഞങ്ങളുടെ മേൽ വീഴുവിൻ, ഞങ്ങളെ മറയ്ക്കുവിൻ എന്ന് പറയുന്ന ഒരു കാലം, മരിപ്പാൻ കൊതിക്കുന്ന ഒരു കാലം. യെഹൂദക്രിസ്തുവിന്റെ കിരാത ഭരണം 5-ാമത്തെ ദൂതൻ ഊതിയെന്ന് വെളിപ്പാട് 9:1 പറയുന്ന വെട്ടുക്കിളി പുറപ്പെടുന്ന സമയത്തുള്ള വിഷയമാണ്. വെട്ടുക്കിളിയുടെ ഒരു കുത്തു കൊണ്ടു കഴിഞ്ഞാൽ സ്വത്രം തേള് കുത്തുന്നത് പോലെ ഉള്ള വേദനയാണ്. സ്വത്രം 6 മാസം ആ വേദന ഉണ്ടാകും, അത് പോകത്തില്ലെന്നാ പറയുന്നത്. അതുപോലെ ദുഃഖകരമായ ഒരു അവസ്ഥയാണ്. മണിക്കൂറുകൾ നമ്മൾ കിടന്ന് ഞെളിപിരി കൊള്ളേണ്ടി വരും, ഒരു ആശ്വാസത്തിന് വകയില്ല. അതുകൊണ്ടാണ് മരിക്കാൻ കൊതിക്കും, മരണം അന്വേഷിക്കും. ഈ വേദന വരുന്ന മനുഷ്യര് ദയാവധത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന എന്തുകൊണ്ടാണ്? വേദന സഹിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. അതുപോലെ ഈ വെട്ടുക്കിളിയുടെ കുത്തേക്കുമ്പോൾ നമ്മൾ വേദന കൊണ്ട് പുളയും, മരണം ആഗ്രഹിക്കും, മരിക്കാൻ കൊതിക്കും. അതുകൊണ്ട് കർത്താവിൻ്റെ വരവിൽ പോകാൻ എല്ലാവരും ഒരുങ്ങിക്കൊള്ളണം. ഗലീലാപുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോപണം ചെയ്ത യേശു പോയതുപോലെ തിരികെ വരും. കർത്താവിൻ്റെ വരവിൽ പോകുവാൻ, കർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെടുവാൻ ഒരുക്കമുള്ളവരായി പത്യവചനം 10 ഉപദേശം കേട്ടനുസരിച്ച് ജീവിച്ച് കർത്താവിൻ്റെ വരവിൽ പ്രത്യാശയോടെ നിൽക്കുവാൻ ഈ വചന കേൾവി മുഖാന്തരമായി ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. 1000 ആണ്ട് വാഴ്ചയുടെ മെസ്സേജ് ഇതോടെ തീരുകയാണ്. ഇനി നമ്മൾ അടുത്ത ആഴ്ച പുതിയ സബ്ജക്റ്റിലേക്ക് കയറുകയാണ്. കണ്ണുകളടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളടച്ചാട്ടെ, ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തൊന്ന് സ്വോത്രം ചെയ്യാട്ടെ. അല്പസമയം സ്വോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ പ്രത്യാശ കർത്താവിന്റെ വരവാണ്. നമ്മുടെ പ്രത്യാശ 1000 ആണ്ട് വാഴ്ചയാണ്. നമ്മുടെ പ്രത്യാശ പുതിയ ആകാശം പുതിയ ഭൂമിയിലെ വാഴ്ചയാണ്. ഈ ഭൂമിയിലെ യാതൊന്നും അല്ലെന്ന് ദൈവജനം നന്നായിട്ട് മനസ്സിലാക്കി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ നല്ല പകൽക്കാലത്തിനായി സ്തോത്രം. ഈ വാത്സല്യ ഭവനത്തിൽ കടന്നു വന്ന്, ഈ ആലയത്തിൽ കടന്നു വന്ന് അങ്ങയുടെ ദാസനോടും ദാസിയോടും കർത്താവെ, പ്രിയ കർത്താവിന്റെ ജനത്തോടും ഒരുമിച്ച് കർത്താവിനെ ആരാധിപ്പാൻ ശ്രേഷ്ഠമേറിയ വചനത്തിന്റെ വെളിപ്പാടുകൾ പങ്കുവയ്ക്കുന്നു. കർത്താവ് തന്ന വലിയ കൃപയ്ക്കായി സ്തോത്രം.
കേട്ട വചനം ഉപകാരമായി തീരേണ്ടതിന് ഒന്നുപോലും കളയാണ്ടത് കേട്ടത് ഹൃദയത്തിൽ സംഗ്രഹിച്ച് ആ വചനത്തിനനുസരിച്ച് ജീവിച്ച് പ്രത്യാശയോടെ അവിടെ കാത്തിരിപ്പാൻ കർത്താവ് സഹായിക്കണം. ദാസനെ ഏൽപ്പിക്കുന്നു. വിശേഷാസി ശാരീരികമായ സ്വസ്ഥയിലായിരിക്കുന്നു. പൂർണ്ണമായ വിടുതൽ യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ആശ്വാസം വിടുതലും കൊടുക്കണമേ. സഭയിലെ പാസ്റ്ററിനായി സ്തോത്രം, സജി പാസ്റ്റർ കുടുംബത്തിനായി സ്തോത്രം, കടന്നു വരുന്ന വിശ്വാസികൾക്കായി സ്തോത്രം. ദാസന്മാരെല്ലാം അനുഗ്രഹിക്കണമേ. വരും ദിവസങ്ങളിൽ തീപ്പന്തങ്ങളായി നിൽക്കുവാൻ, അവിടെ വരവിന് വേണ്ടി ജനത്തെ ഒരുക്കുവാൻ കർത്താവ് കൃപ കൊടുക്കണമേ. മുഴുവൻ മഹത്വവും പിതാവിന് യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കണ്ണോട് കേൾക്കണം നല്ല പിതാവേ. കർത്താവിന്റെ പ്രാർത്ഥനയായി സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും യേശുക്രിസ്തുവിന്റെ കൃപയും നമ്മെ ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ സംസർഗം കാവലും കൂട്ടായി നമ്മോട് പ്രാർത്ഥിച്ച വിഷയങ്ങളോട് ഭൂലോകത്തുള്ള സകല വിശുദ്ധന്മാരോട് കർത്താവിന്റെ വരവരെ ഇന്നുവരെ എന്നേക്കുണ്ടായിരിക്കുമാറാകട്ടെ. യേശുക്രിസ്തു മുഖാന്തരം ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വേഗം വരണമേ. കർത്താവിന്റെ ദിവ്യ സമാധാനം നമ്മോടുകൂടി ഇരിക്കട്ടെ. ആമേൻ 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 ആമേൻ.